പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തെപ്പോലെ ലോകത്തിൽ തന്നെത്തന്നെ താഴ്ത്തിയവർ മറ്റാരും ഇല്ലാത്തതുപോലെ സ്വർഗത്തിൽ ആ അമ്മയെപ്പോലെ ഇത്രയധികം ഉയർത്തപ്പെട്ടവരും മറ്റാരുമില്ല എന്ന് നമ്മുടെ ധന്യനായ സ്ഥാപക പിതാവ് തൻ്റെ 22-ാം ഇടയലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു ദൈവിക രഹസ്യമാണല്ലോ. 1950 പരിശുദ്ധ പിതാവ് പിയൂസ് 12 മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗാരോപണത്തെ ഔദ്യോഗിക വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. നമ്മുടെ ശരീരങ്ങളുടെ പുനരുത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് വേണം അമ്മയുടെ സ്വർഗാരോപണത്തെ കാണുവാനും വിശ്വസിക്കുവാനും. സമർപ്പിതരെന്ന നിലയിൽ നമ്മുടെ പരിശുദ്ധിയിലേക്കുള്ള വിളിയെയും അമ്മയുടെ സ്വർഗപ്രവേശം ഓർമ്മിപ്പിക്കാതിരിക്കുന്നില്ല. ദൈവം തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്ത മറിയത്തെ ബഹുമാനിക്കുന്നവർ ദൈവത്തെ വിശേഷബുദ്ധിയായി ബഹുമാനിക്കുന്നു എന്ന് നമ്മുടെ ധന്യനായ പിതാവ് 113-ാം ഇടയലേഖനത്തിലൂടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം എത്രമാത്രം ഔന്നത്യമുള്ളവരാണെന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിയിൽ നമുക്ക് നന്ദിയും സന്തോഷവും ഉള്ളവരാകാം. തുടർന്ന് വരുന്ന 15 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മെ ധ്യാനിപ്പിക്കുവാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഈ വീഡിയോയിലൂടെ പരിശുദ്ധ അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ അമ്മയുടെ സ്വർഗാരോപണത്തിനായി നമുക്ക് ധ്യാനിച്ചൊരുങ്ങാം, പ്രാർത്ഥിച്ചൊരുങ്ങാം.